വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട ജോസഫ് അച്ച സിസ്റ്റേഴ്സ്, ചങ്ങനാശ്ശേരിയിലെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നീതിമാനായ ഒരു പിതാവിന്റെ, വിശുദ്ധനായ വലിയ പിതാവിന്റെ നാട്ടിൽ വന്ന് സംസാരിക്കാനായി ഒരു അവസരം ഒരുക്കിയതിന് സംഘാടകർക്ക് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നു. ഇതിന് കാരണക്കാരായ ടോജോ ചേട്ടൻ, ബിനു ചേട്ടൻ, അങ്ങനെ കുറച്ചുപേരുണ്ട്. നിങ്ങളുടെ മുമ്പിൽ ഒരു വശത്ത് സന്തോഷവും മറുവശത്ത് ദുഃഖവുമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഞാനിവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചു, ഈ ഹാളിൽ കൂടിയിരിക്കുന്ന ഒരാളുടെ മുഖത്ത് പോലും ഒരു ചിരിയില്ല. എല്ലാവരും എന്തോ ഒരു വലിയൊരു സംഭവം സംഭവിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ എന്തോ ഒരു ദുരന്തം കേൾക്കാൻ പോകുന്ന ഒരു ഭാവത്തിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെയാണ് എന്റെ മനസ്സും. ഈ പീഡാനുഭവ മാസത്തില്, ഈ നോമ്പ് കാലത്തില് നമ്മൾ ഇങ്ങനെയൊരു ദുരവസ്ഥയില് ഈ ഒരു കൂടിക്കാഴ്ച വളരെ ദയനീയമാണ്. ഇവിടെ ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. ഒരു വൈദികൻ ഔദ്യോഗികമായിട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളത് വളരെയധികം ആശ്വാസവും. നല്ലൊരു പ്രാർത്ഥന കാഴ്ചവെച്ച അച്ഛന് ഞാൻ നന്ദി പറയുന്നു. ഇനി എന്തെങ്കിലും ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയുടെ തലത്തിലായിരിക്കും. പ്രിയപ്പെട്ടവരെ, ചങ്ങനാശ്ശേരിക്കാർക്ക് അഭിമാനിക്കാം, നിങ്ങളുടെ പുത്രൻ, ഞങ്ങളുടെ പിതാവ്, നമ്മളുടെ എല്ലാം വലിയ പിതാവ് നീതിമാനാണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലോർക്കുക. ചങ്ങനാശ്ശേരിയിൽ ഇങ്ങനെയൊരു മീറ്റിംഗിൽ സംസാരിക്കാൻ വിളിച്ചപ്പോൾ ഞാൻ ഏറ്റവും അധികം തന്നെ സമ്മതം പറയാനുള്ള കാരണവും, വലിയ പിതാവിനെ സമ്മാനിച്ച നാട്ടിൽ വന്ന് ഇവിടെ വന്ന് സംസാരിക്കാൻ പറ്റുന്നത് ജീവിതത്തിലെ ഒരു പുണ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമായി സീറോ മലബാർ സഭയിൽ ലഘൂകരിച്ചും, അതേസമയം എറണാകുളം അങ്കമാലി അതിരൂപതയെ ആളിക്കത്തിക്കാൻ പാകത്തിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ ഭൂമി ഇടപാടിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളായിട്ടാണ് നമ്മുടെ സീറോ മലബാർ സഭാ മാനേജർ മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മാധ്യമങ്ങളും എല്ലാ പൊതു മാധ്യമങ്ങളും ചിത്രീകരിച്ച് സഭാവിശ്വാസികൾക്കിടയിലും അതുപോലെ തന്നെ മറ്റു മതസ്ഥരുടെ ഇടയിലും പിതാവിന്റെ ആ തിരുവസ്ത്രത്തിന് കളങ്കം ചാർത്തുന്ന രീതിയിൽ നടക്കുന്ന ചിത്രീകരണത്തിന്റെ പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ കണ്ടറിഞ്ഞ് തൊട്ടറിഞ്ഞ ഒരാളാണ് ഞാൻ. ആലഞ്ചേരി പിതാവിനെ എനിക്ക് ഒത്തിരി കാലത്തെ പരിചയമോ ഒന്നുമില്ല. എറണാകുളത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകൻ, എറണാകുളം മലമലയുടെ തൊട്ടടുത്ത ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകൻ, അതോടൊപ്പം തന്നെ നമ്മുടെ സഭയെ നയിക്കുന്നത് നീതിമാനായ ഒരു പിതാവാണെന്ന് മറ്റു മതസ്ഥരായ വക്കീലന്മാർ പറയുമ്പോൾ അതിൽ അഭിമാനം കൊണ്ട് നടക്കുന്ന ഒരു അഭിഭാഷകൻ മാത്രമാണ് ഞാൻ. കഴിഞ്ഞ ഡിസംബർ മാസത്തില് 23-ാം തീയതി ഏതാനും ആളുകൾ പിതാവിന്റെ റൂമിൽ ചെന്ന് 24-ാം തീയതി കുർബാന ചെല്ലാൻ ഞങ്ങൾ സമ്മതിക്കില്ല, പിതാവ് വലിയൊരു തെറ്റ് ചെയ്തു, അതിന്റെ യഥാർത്ഥ്യം പുറത്തു പറയാണ്ട്, അതിലെ കള്ളത്തരം പുറത്തു പറയാണ്ട് കുർബാന അർപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് 10 പേരിലെണ്ണാവുന്ന ആളുകളെ ഉണ്ടായിരുന്നു ഭീഷണിപ്പെടുത്തി. സീറോ മലബാർ സഭയുടെ മേലധ്യക്ഷനെ അദ്ദേഹം താമസിക്കുന്ന ആസ്ഥാന കാര്യാലയത്തിൽ ഭീഷണിപ്പെടുത്തി ആ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ സമ്മതിക്കാതെ ഇരുന്നിട്ട് സീറോ മലബാർ സഭയിലെ ഒരാള് പോലും, ഒരു വൈദികൻ പോലും, ഒരു ഇടയന്മാർ പോലും, ഒരു വിശ്വാസി പോലും ചോദ്യം ചെയ്തില്ല. മാധ്യമങ്ങളെല്ലാം കൊട്ടിഘോഷിച്ചു.
പിതാവ് കുർബാന അർപ്പിച്ചാൽ ആളുകൾ തടയും എന്നുള്ള ഭീഷണി കൊണ്ട് പിതാവ് വന്നില്ല എന്ന് പറഞ്ഞു ചിലവര്, വരണ്ട എന്ന് പറഞ്ഞു ചിലവര്. നിങ്ങൾക്കറിയുമോ, ഉണ്ണീശോ പിറക്കുന്ന ആ സന്തോഷമുള്ള രാവിൽ കനത്ത ഭാരത്തോടെ ദുഃഖകരമായ ഹൃദയത്തോടെ അടച്ചിട്ട മുറിയിൽ പിതാവ് ഇരിക്കുന്ന ആ സീൻ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ആ വേദനിക്കുന്ന ഹൃദയം കണ്ടിട്ടാണ് ഞാൻ പിതാവിനെ പോയി കണ്ടത്. പിതാവിനോട് പറഞ്ഞു, പിതാവിന് വേണ്ടി മരിക്കാൻ തയ്യാറുള്ള ചെറുപ്പക്കാരെ ഈ സീറോ മലബാർ സഭയിലുണ്ടെന്ന് പിതാവ് മനസ്സിലാക്കണം. പിതാവിന് വേണ്ടി ചോര കൊടുക്കാൻ തയ്യാറുള്ള സീറോ മലബാർ സഭയിലുണ്ടെന്ന് പിതാവ് മനസ്സിലാക്കണം. പിതാവിന്റെ പിന്നിലെ ഗൂഢാലോചനയുണ്ട്. പിതാവ് അത് പുറത്തു പറയണം. പിതാവ് പറഞ്ഞു, മോനെ, നീ പറഞ്ഞതൊക്കെ ശരിയാണ്, നീ പ്രാർത്ഥിച്ചാൽ മതി, ദൈവം സത്യം പുറത്തു കൊണ്ടുവരും. എല്ലാവരും ചോദിക്കും, എന്തുകൊണ്ട് ആലഞ്ചേരി പിതാവ് ഒന്നും പറയുന്നില്ല? എന്തുകൊണ്ട് ആലഞ്ചേരി പിതാവ് മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നില്ല? എന്തുകൊണ്ട് ആലഞ്ചേരി പിതാവ് ഒരു പത്രക്കുറിപ്പ് പോലും ഇറക്കുന്നില്ല? സഭാവിശ്വാസികളാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്, മറ്റ് അന്യമതസ്ഥരല്ല. അവർക്ക് പിതാവിന് വിശ്വാസമുണ്ട്, നമ്മൾ വിശ്വാസികളാണ് ചോദിക്കുന്നത്. ഒന്നുമില്ലെങ്കിലും ആരും വെറുതെ ഒരു ആരോപണം പറയുന്നല്ലോ. ചങ്ങനാശ്ശേരിയുടെ പുത്രനല്ലേ ആലഞ്ചേരി പിതാവ്? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ചങ്ങനാശ്ശേരിക്കാരോട് ഞാൻ ചോദിക്കുകയാണ്, ആലഞ്ചേരി പിതാവ് തെറ്റുകാരനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ടാണോ നിങ്ങൾ മൗനമാക്കിയിരിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്റെ ചോദ്യത്തെ വെറുതെ നിഷേധിക്കാൻ കഴിയില്ല. ഞാൻ ഹൃദയത്തിൽ തൊട്ട് പറയുകയാണ്, ആലഞ്ചേരി പിതാവ് നീതിമാനായതുകൊണ്ട് മാത്രമാണ് ഒരു മാധ്യമങ്ങളെയും അഭിമുഖീകരിക്കാത്തത്, ഒരു ചാനലിന് പത്രക്കുറിപ്പ് ഇറക്കാത്തത്, ഒരാളോട് ഒന്നും പറയാത്തത്. കാരണം അദ്ദേഹം മനസ്സ് തുറന്നാൽ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ശിഷ്യന്മാരുടെ പലരുടെയും മൂടപടം പൊളിഞ്ഞു പോകും. അദ്ദേഹത്തിന്റെ ഹൃദയശുദ്ധി കൊണ്ടാണ്, അദ്ദേഹത്തിന്റെ ദയ കൊണ്ടാണ് ഇന്ന് എറണാകുളം മലനിരയിൽ പലരും ജീവിക്കുന്നത് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. മറ്റുള്ളവർ ചെയ്യുന്ന പോലെ പിതാവ് ഒരിക്കലും അങ്ങനത്തെ അത്രയും വില കുറഞ്ഞ ഒരു കാര്യം ചെയ്യില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആലഞ്ചേരി പിതാവ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മേലധ്യക്ഷനായിട്ട് വരുമ്പോൾ അതിന്റെ പിന്നിലുള്ള കുറെ ചരിത്രങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രായമായ കാരണന്മാർക്ക് എല്ലാവർക്കും അറിയാം, എന്നെക്കാട്ടിൽ നന്നായിട്ടറിയാം. നമ്മുടെ സീറോ മലബാർ സഭയിൽ ലിറ്റർജി സംബന്ധിച്ച് വലിയൊരു തർക്കം നടക്കുന്നുണ്ട് എന്നുള്ള സത്യം നമ്മളത് അംഗീകരിച്ചേ പറ്റൂ. വിശ്വാസികളായ നമ്മൾക്ക് അച്ഛൻ എങ്ങോട്ട് തിരിഞ്ഞിരുന്ന് കുർബാന ചെയ്യാനും ഒരു ബുദ്ധിമുട്ടുകൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ എറണാകുളം അങ്കമാലിക്കാർക്ക് മാത്രമേ ഉള്ളൂ ആ പ്രശ്നം. അവർക്ക് കൃത്യമായി ഒരു സ്ഥലത്തേക്ക് തിരിഞ്ഞു നിന്നിട്ടുള്ളതാണ്. ഇതിനു മുമ്പ് വർക്കി പിതാവുള്ളപ്പോഴും അബ്രഹാം കാട്ടുമല പിതാവുള്ളപ്പോഴും ഇതേപോലെ അവരും ഇതിലും കൂടുതൽ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പ്രായമായ വിശ്വാസികൾക്ക് എല്ലാവർക്കും അറിയാം. ആലഞ്ചേരി പിതാവ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പിതാവായി വന്ന സാഹചര്യം ഞങ്ങൾക്കറിയാം. ഈ ചരിത്രത്തെ എല്ലാം തമസ്കരിച്ചുകൊണ്ടാണ് ഇന്ന് ഈ വിവാദങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം എറണാകുളത്ത് ചാർജ് എടുത്തു. എറണാകുളം അരമന നിങ്ങൾക്കറിയാം, 3 ദിവസം എറണാകുളത്തെ അരമനയിലും ബാക്കി ദിവസം സീറോ മലബാർ ആസ്ഥാനക്കാരെയും മൗണ്ടിലുമാണ് പിതാവുണ്ടാവുക. എറണാകുളം അരമന എന്ന് പറയുന്നത് ഇത്രയും കഠിനമായ വാക്കുകൾ പറയാമോ എന്ന് എനിക്കറിയില്ല. പിതാവിന്റെ ജീവിതത്തെ സംബന്ധിച്ച് അതൊരു കാരാഗ്രഹമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തിപരമായ പിതാവിനോട് അടുപ്പമുള്ളവരുണ്ടെങ്കിൽ ചോദിച്ചു നോക്കണം. അതൊരു കാരാഗ്രഹം തന്നെയാണ്. അപ്പോൾ ഇത്രയും കാലം പിതാവ് എങ്ങനെ അവിടെ ജീവിച്ചു എന്ന് നിങ്ങൾ ആലോചിച്ചാൽ അത് ദൈവത്തിന്റെ പ്രത്യേക ഇടപെടൽ കൊണ്ട് മാത്രമാണ്. അദ്ദേഹം എന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ചില സാക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ്. ക്രിസ്തുവിനെ തന്റെ ശിഷ്യന്മാരിൽ യൂദാസ് എന്നൊരാൾ ഒറ്റിക്കൊടുത്തെങ്കിൽ
എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ആലഞ്ചേരി പിതാവിന്റെ ഒരുപാട് ശിഷ്യന്മാർ ഒറ്റിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പിതാവ് അവിടെ ചാർജ് എടുത്ത് അന്ന് മുതലേ അവിടെ പ്രശ്നങ്ങൾ ഉള്ളതാണ്. പിതാവിന്റെ പ്രത്യേകമായ ഇടപെടലുകൾ കൊണ്ടും പ്രത്യേകമായ സ്നേഹം കൊണ്ടും പിതാവെല്ലാം ഒറ്റയ്ക്ക് ഉള്ളിലമർത്തി വളരെ ഭംഗിയായി കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ പറയുന്ന ഭൂമി വിവാദം വരുന്നത്. ഈ ഭൂമി വിവാദം വരുമ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ പിതാവിന്റെ കൂടെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന പ്രൊക്യുറേറ്റർ ജോഷി പുതുവായ എന്ന അച്ഛൻ, ജോഷി പുതുവായ എന്ന അച്ഛനെ പ്രത്യേക താല്പര്യപ്രകാരം എടുത്ത് ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് സഹായമെത്രാനായ ഇടയന്ത്രത്തെ പിതാവാണ് എന്നുള്ള കാര്യം പലർക്കും അറിയില്ല. കഴിഞ്ഞ കുറെ വർഷങ്ങളായി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സഹായമെത്രാനായി നമ്മുടെ എറണാകുളംകാരുടെ എല്ലാം കണ്ണിലുണ്ണിയായി നമ്മുടെ ആലഞ്ചേരി പിതാവിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഇടയന്ത്രത്തെ പിതാവാണ്. അത് ഏത് തരത്തിലുള്ള സഹായമായിരുന്നു എന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രൊക്യുറേറ്റർ ജോഷി അച്ഛൻ ചാർജ് എടുക്കുമ്പോൾ 8 കോടി രൂപയിലധികം കടമുള്ള രൂപതയാണ്. അതിനു മുമ്പ് പ്രൊക്യുറേറ്റർ ആരായിരുന്നുവെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് എന്നെക്കാട്ടിൽ കൂടുതൽ അറിയാം. കാരണം ഇന്ന് എല്ലാ ചാനലുകളിലും നവമാധ്യമങ്ങളിലും അദ്ദേഹത്തിന്റെ പേരുണ്ട്. കൊരട്ടിപ്പള്ളിയിലെ തടക്കം നടക്കുന്ന ഒരു മണവാളനച്ഛൻ. ദൈവമുണ്ട് എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് കൊരട്ടിപ്പള്ളിയിൽ മണവാളനച്ഛൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നം. നമ്മുടെ ആലഞ്ചേരി പിതാവിനെതിരെ ആദ്യമായിട്ട് വാങ്ങുന്നയാളാണ് മണവാളനച്ഛൻ. ഒരിക്കലും നമ്മളിങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന് എനിക്കറിയാം. നീതിമാന്മാരെ വൈദികരനോട് പൊറുക്കട്ടെ, ദൈവവും പൊറുക്കട്ടെ. പക്ഷേ ഇപ്പോ ദൈവം പിന്നെയല്ല, അപ്പോഴാണ്. പണ്ട് പറയും, ഇന്ന് തലമുറ ചെയ്ത തെറ്റിന് വരും തലമുറയെ ശിക്ഷിക്കുക. ഇന്ന് അങ്ങനെയൊന്നുമല്ല, ദൈവം നേരിട്ട് തന്നെയാണ്. പ്രൊക്യുറേറ്റർ സ്ഥാനത്ത് നിന്ന് മണവാളനച്ഛനെ മാറ്റി ജോഷിയച്ഛൻ വന്നപ്പം മുതലുള്ള ഗൂഢാലോചന തുടങ്ങിയതാണ്. മണവാളനച്ഛന്റെ കാലത്താണ് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് സ്വന്തമായിട്ടൊരു മെഡിക്കൽ കോളേജ് വേണം, എറണാകുളം രൂപതയ്ക്ക് ഒരു മെഡിക്കൽ കോളേജ് വേണമെന്നുള്ള ആലോചന തുടങ്ങുന്നത്. എറണാകുളം ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ നിങ്ങൾക്കറിയാം, അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് ടൗണിലാണ്. ആ ഹോസ്പിറ്റലിനെ വികസിപ്പിക്കാൻ സ്ഥലമില്ല. അതിന്റെ അനക്സോടുകൂടി അങ്കമാലി ടൗണിൽ നിന്ന് മാറി കുറച്ച് സ്ഥലമെടുത്ത് ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങാം എന്നുള്ള പ്ലാൻ ആരംഭിക്കുന്നത് കർദിനാൾ പിതാവ് വരുന്നതിന് മുമ്പേ തുടങ്ങിയ ആലോചനയാണ്. ഇടയന്ത്രത്തെ പിതാവിന്റെ ബുദ്ധിയിൽ നിന്ന് ഉയർന്ന ഒരു ആലോചന തന്നെയാണത്. ഒരിക്കലും ആലഞ്ചേരി പിതാവിന്റെ ആഗ്രഹമായിരുന്നില്ല എന്നുള്ള സത്യം നിങ്ങൾ അറിയണം. മണവാളനച്ഛന്റെ കാലത്ത് ആ വസ്തുവിന് വില പറഞ്ഞ് ഉറപ്പിച്ച് പിന്നീട് അത് വേണ്ട എന്ന് വെച്ച് ജോഷിയച്ഛന്റെ കാലത്ത് വീണ്ടും ഈ ആലോചനകൾ വന്ന് അവസാനം പറഞ്ഞുറപ്പിച്ചതിൽ കൂടുതൽ വിലയ്ക്ക് 23 ഏക്കർ 22 സെന്റ് സ്ഥലം അങ്കമാലി മറ്റൂർ എന്ന സ്ഥലത്ത് മേടിക്കുന്നു. ഈ സ്ഥലം മേടിക്കുന്നത് കൃത്യമായ ആലോചനാ സമിതിയിലും ഫിനാൻസ് കൗൺസിലിലും കൂരിയയിലും ആലോചിച്ച് അതിന്റെ മിനിറ്റ്സിലെല്ലാം രേഖപ്പെടുത്തി അതിനുവേണ്ടി പ്രൊക്യുറേറ്ററെ ചുമതലപ്പെടുത്തി കൃത്യമായ നടപടിക്രമങ്ങളിലൂടെയാണ് ഈ ഭൂമി മേടിക്കുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ചാലക്കുടിക്കടുത്ത് വരന്തരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തൊരു റബ്ബർ തോട്ടമുണ്ട്. രൂപത അതിർത്തിക്ക് വിട്ട് ഒരു സ്ഥലമുള്ളത് നോക്കി നടത്താനും റബ്ബറിന് വില കുറഞ്ഞതുകൊണ്ടും ആദായകരമല്ലാത്തതുകൊണ്ട് അത് വിറ്റ് എറണാകുളം രൂപതയ്ക്കുള്ളിൽ ഒരു ഭൂമി മേടിക്കാമെന്നുള്ള അഭിപ്രായത്തിന്മേലാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അവസാനം എത്തിയത്. അങ്കമാലി ഹോസ്പിറ്റലിന്റെ വികസനവും വേണ്ടിവന്നാൽ മെഡിക്കൽ കോളേജും എല്ലാം നടത്താം ഈ രീതിയിൽ ചെയ്താൽ ആ തീരുമാനമാണ് നടപ്പിൽ വരുത്തിയത്. അതിനുവേണ്ടി പണമില്ലാതിരുന്ന സാഹചര്യത്തില് വരന്തരപ്പള്ളി ഭൂമി കച്ചവടം ചെയ്യുന്നത് വരേക്കും താൽക്കാലികമായ ഒരു ബാങ്ക് ലോൺ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അതിന് 57 കോടി രൂപ ലോൺ എടുത്ത് 3 കോടി രൂപ രജിസ്ട്രേഷൻ ചാർജ് വന്ന്
60 കോടി രൂപ മൊത്തം ലോൺ എടുത്താണ് ആ ഭൂമി മേടിക്കുന്നത്. 2,39,000 രൂപയ്ക്ക് സെന്റിന് മേടിച്ച ഭൂമിക്ക് ഇന്ന് 3 ലക്ഷം രൂപ വിലയുണ്ടെന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണം. ആദ്യമുള്ള 8 കോടിയും പിന്നെയുള്ള വന്ന 60 കോടിയും 68 കോടി രൂപ കടമായി. അതേസമയം നമ്മൾ മനസ്സിലാക്കണം, എറണാകുളം അങ്കമാലി അതിരൂപത വിശ്വാസികളുടെ നേർച്ചപ്പണം കൊണ്ട് ജീവിക്കുന്ന ഒരു രൂപതയല്ല. രൂപതയ്ക്ക് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, ലിസി ഹോസ്പിറ്റൽ, അങ്ങനെ എണ്ണമറ്റ സ്ഥാപനങ്ങളും വാടക കെട്ടിടങ്ങളും എല്ലാമുള്ള രൂപതയാണ്. കണക്ക് കാണിക്കുമ്പോൾ ടാക്സ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കമ്പനികളും നഷ്ടത്തിലായിരിക്കും. അതുപോലെ തന്നെയുള്ളൂ അങ്കമാലി രൂപതയുടെ കാര്യം, എറണാകുളം അങ്കമാലി രൂപതയുടെ കാര്യം. ഈ ഭൂമി മേടിച്ചു, ആർക്കും കുഴപ്പമില്ല, നന്നായി എന്നെല്ലാവരും പറഞ്ഞു. അതിനുശേഷം വരന്തരപ്പള്ളി ഭൂമി വിൽക്കാൻ വേണ്ടി അതിന്റെ ആലോചനകൾ നടന്നു. നോക്കുമ്പോൾ അതിന് രേഖയില്ല. കഴിഞ്ഞ 10-40 വർഷമായി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കൈവശം നമ്മൾ ടാപ്പ് ചെയ്ത് കൊണ്ടു നടക്കുന്ന ഭൂമിക്ക് രേഖയില്ലാത്ത അവസ്ഥയിൽ ഈ വസ്തു ആരും മേടിക്കില്ല എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെയാണ് ആലോചനാ സമിതിയിൽ ഈ വിഷയം അവതരിപ്പിച്ച പ്രൊക്ലേറ്റർ. ആലോചനാ സമിതി വർഷത്തിൽ 3-4 പ്രാവശ്യം കൂടുകയുള്ളൂ. രൂപതയായി ബന്ധപ്പെട്ടിരിക്കുന്നവർക്കറിയാം. ഈ ആലോചനാ സമിതിയുടെയും ഫിനാൻസ് കൗൺസിലിന്റെയും എല്ലാം മീറ്റിംഗുകൾ വിളിക്കുന്ന ചാർജ് വികാരി ജനറലായ ഇടയന്ത്രത്തെ പിതാവിനാണ്. ഇടയന്ത്രത്തെ പിതാവ് വിളിക്കുന്ന മീറ്റിംഗിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന പദവിയാണ് അലഞ്ചിന്റെ പിതാവിനുള്ളത്. ആലോചനാ സമിതിയിൽ ചർച്ച വന്നു. എറണാകുളം പ്രദേശത്ത് ഉപയോഗശൂന്യമായി ചിതറിക്കിടക്കുന്ന ഏതാനും ഭൂമികൾ വിറ്റ് ബാങ്ക് ലോൺ ക്ലോസ് ചെയ്യാം, അതല്ലെങ്കിൽ അതിന്റെ ഭാരം കുറയ്ക്കാം, വരന്തരപ്പള്ളി കച്ചവടം ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയാണ് എറണാകുളത്തെ ഭാരത് മാതാ കോളേജിന് മുമ്പിലുള്ള ഒരു 60 സെന്റ്, നൈപുണ്യയുടെ അടുത്തൊരു 66 സെന്റ്, കരുണാലയത്തിന് അടുത്തൊരു 99 സെന്റ്, നിലമ്പതിന് മുകളിൽ 34 സെന്റ്, മരടിൽ ഒരു 48 സെന്റ്, ഏകദേശം എല്ലാം കൂടി മൊത്തം 3 ഏക്കർ 6 സെന്റ് ഭൂമി വിൽക്കാമെന്ന് തീരുമാനിക്കുന്നു. എല്ലാവരും വിചാരിക്കും, എറണാകുളത്ത് ഉപയോഗശൂന്യമായി കിടക്കുന്ന ഭൂമിയോ, അല്ലെങ്കിൽ എറണാകുളത്ത് ഇത്ര നിസ്സാര വിലയ്ക്ക് ഭൂമി കിട്ടാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, ചാനലിൽ നിന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതർക്ക് വേണ്ടി ഘോരഘോരം വാദിക്കുന്നവരോ, അല്ലെങ്കിൽ ചാനലിൽ നിങ്ങൾക്കറിയാം, ചാനലിൽ ആലഞ്ചേരി പിതാവിനെ വേണ്ടി പ്രതിരോധിക്കാൻ ഈ ലോക മലയാളത്തിൽ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് കെന്നഡി കരിമ്പങ്കാലായും, രണ്ടാമത് ബിനോദ് ചാക്കോ. പലരും അവരെ വിമർശിക്കുമെങ്കിൽ പോലും ശത്രുക്കൾ പോലും പറയും അവർ 2 പേരും ഇല്ലായിരുന്നെങ്കിൽ ബാക്കിയുള്ളവർ പറഞ്ഞത് മുഴുവൻ വിശ്വസിച്ചു പോകുമെന്ന്. കാരണം അവര് സഭയുടെ വക്താവോ ഒന്നുമായിട്ടല്ല വന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എങ്കിൽ പോലും അത്രയും പറയാനെങ്കിലും ധൈര്യം കാണിച്ചവരെ നമ്മൾ ഒരിക്കലും തള്ളിപ്പറയാൻ പാടില്ല എന്ന് ഞാൻ പറയുകയാണ്. ഈ ഭൂമികൾ ഒന്ന് ഏറ്റവും വില കൂടിയ ഭൂമി, അതല്ലെങ്കിൽ 100 കോടി രൂപ വില മതിക്കുന്ന ഭൂമി എന്ന് പറയുന്ന ഭാരത് മാതാ കോളേജിന്റെ അടുത്തുള്ള ഭൂമി. ഇവിടെ ആരെങ്കിലും എറണാകുളത്ത് ജോലി ചെയ്യുന്നവരിൽ കൂടുതൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എറണാകുളത്ത് പോകാൻ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയി നോക്കണം. ഭാരത് മാതാ കോളേജിന്റെ ഓപ്പോസിറ്റ് സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ സൈഡിലുള്ള ഭൂമിയാണത്. ആ ഭൂമി ഏകദേശം റോഡിൽ നിന്ന് 30 അടിയോളം താഴ്ചയിൽ കിടക്കുന്ന കിഴക്കാന്തൂക്കായ ഭൂമിയാണ്. ആ ഭൂമിക്ക് ഒരിക്കലും ഈ പറഞ്ഞ 25 ലക്ഷമോ 20 ലക്ഷമോ കിട്ടുകയില്ല. രണ്ടാമത്തെ ഭൂമി നൈപുണ്യയുടെ അടുത്തുള്ള ഭൂമിയാണ്. അതിലെയാണ് പൈപ്പ് ലൈൻ പോകുന്ന ഭൂമിയാണ്. ഓയിൽ പൈപ്പ് പോകുന്ന ഭൂമി ആരെങ്കിലും പൊന്നും വില കൊടുത്ത് വീട് വെച്ച് താമസിക്കാൻ മേടിക്കുന്നു. വെറുതെ ഒന്ന് ചിന്തിച്ചാൽ മതി. മൂന്നാമത്തെ ഭൂമി കരുണാലയം എന്ന ആശ്രമത്തിന്റെ അടുത്തുള്ള ഭൂമിയാണ്. ആ ഭൂമി കരുണാലയത്തിലെ അന്തേവാസികളുടെ സെമിത്തേരിയാണ് ഒരു സൈഡില്. രണ്ടാമത് ആ ഭൂമിയുടെ
നടുക്ക് കൂടിയാണ് ടവർ ലൈൻ പോകുന്നത്. 110 kV ടവർ ലൈനിന്റെ അടിയിൽ ആരെങ്കിലും വീട് വെക്കാൻ ആഗ്രഹിക്കുമോ? 4-ാമത്തും 5-ാമത്തെ ഭൂമി നിലംപതിഞ്ഞ് മുകൾ മരട് എന്ന് പറഞ്ഞ സ്ഥലത്തും ബസ് റൂട്ടിൽ നിന്നും ഒത്തിരി ഉള്ളിൽ വഴിയില്ലാത്ത സ്ഥലമായിരുന്നു. ഇടനിലക്കാരൻ സ്വന്തം റിസ്ക് ഉണ്ടാക്കിയ വഴിയാണ് അതിലേക്ക് ഉണ്ടാക്കിയത്. ഈ ഭൂമിക്ക് നിങ്ങൾ വെറുതെ ചിന്തിച്ച് നോക്കൂ, ഏതെങ്കിലും അച്ഛന്മാരെ പറ്റിച്ച് നിസ്സാര നിലയ്ക്ക് ഭൂമി തട്ടിയെടുക്കാൻ പറ്റുന്ന നമുക്ക് വെറുതെ ചിന്തിക്കാൻ പറ്റും. അപ്പോൾ അതിന് ന്യായമായ വില കണ്ടാണ് ആവറേജ് 9,05,000 തീരുമാനിക്കുന്നത്. ആ എടുത്ത തീരുമാനത്തിൽ ആലഞ്ചേരി പിതാവ് ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല, പ്രൊക്രേറ്റർ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല, മോൺസിഞ്ഞോർ വടക്കപ്പാടത്തിന് ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല. പേരുകേട്ട പ്രഗത്ഭരായ ചാർട്ടേഡ് അക്കൗണ്ടന്റും അഡ്വക്കേറ്റ്സും മെഡിക്കലായ സീനിയർ വൈദികരും ഒക്കെ അടങ്ങിയ ആലോചനാ സമിതി, ഫിനാൻസ് കൗൺസിലും കൂരിയയും എല്ലാവരും ചേർന്നെടുത്ത തീരുമാനമാണ്. ഈ സമയത്തൊന്നും അങ്കമാലി ബസിലിക്കയിലെ മുണ്ടാടനച്ചൻ, കുര്യാക്കോസ് മുണ്ടാടനച്ചൻ എന്ന് പറയുന്ന ഘോരഘോരം വാദിക്കുന്ന നിയമത്തിലെ വൈദികരുടെ നേതാവ് അച്ഛനൊന്നും അന്ന് പറഞ്ഞില്ല ഇതിന് 100 കോടി രൂപ വില കിട്ടും, 200 കോടി രൂപ വില കിട്ടുമെന്നും പറഞ്ഞില്ല. ഈ കാര്യം വൈദിക സമിതിയിലും സമർപ്പിച്ച ശേഷമാണ് അംഗീകാരം കിട്ടിയിട്ടുള്ളത്. ഇതിനെല്ലാം രേഖകളുണ്ട്. ഞാനിവിടെ വെറുതെ വന്ന് പ്രസംഗിക്കുന്നതല്ല, ഇതിനെല്ലാം രേഖകളുണ്ട്. നിങ്ങളോട് ആരോടെങ്കിലും ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന ഏതെങ്കിലും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ നിങ്ങൾ വെറുതെ എന്ന് ചോദിക്കൂ, അച്ഛാ അവിടുത്തെ ഫിനാൻസ് കൗൺസിലിന്റെ മിനിറ്റ്സിന്റെ ഒരു കോപ്പി തരാമോ, ആലോചനാ സമിതിയുടെ മിനിറ്റ്സിന്റെ ഒരു കോപ്പി തരാമോ എന്ന് ചോദിച്ചാൽ അവരൊന്നും പറയില്ല. കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2015, 2017 വരെയുള്ള കാലഘട്ടത്തിലെ കണക്കുകളെ കുറിച്ചാണ് ഇപ്പോൾ അപ്പോയിന്റ് ചെയ്ത വൈദിക കമ്മീഷൻ അന്വേഷിച്ച റിപ്പോർട്ട് കൊടുത്തത്. ആ റിപ്പോർട്ട് ഇന്ന് എല്ലാ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇന്റർനെറ്റിലൊക്കെ കിട്ടും. നിങ്ങൾ വീട്ടിൽ ചെന്ന് അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. 10-200 പേജ് ഉണ്ട്. അതിന് സമയം കണ്ടെത്തുക. അതിൽ അവർക്ക് ആവശ്യമുള്ള പ്രസക്തമായ ഭാഗങ്ങൾ മാത്രം ഫോട്ടോ കോപ്പി ആഡ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ദൈവത്തിന്റെ കയ്യെന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ ചില കാര്യങ്ങൾ അതിനകത്തും കാണാം. ഈ ആലോചനകൾ വന്നതൊക്കെ അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആലഞ്ചേരി പിതാവ് കുറ്റക്കാരനില്ലായിരുന്നു. അതിനുശേഷം ഭൂമി വിൽക്കാൻ ഏൽപ്പിച്ചു. ആദ്യം അജാസ് എന്ന് പറഞ്ഞ ഒരാളെയാണ് ഏൽപ്പിച്ചത്. അദ്ദേഹത്തിന് കൊടുത്ത റെസല്യൂഷൻ എഴുതി ഈ ഭൂമി 9,05,000 വിൽക്കണമെന്ന് പറഞ്ഞ് കൃത്യമായിട്ട് എഴുതി. അദ്ദേഹത്തിന് വിൽക്കാൻ നടന്നില്ല. പിന്നീടാണ് സാജു വർഗീസ് കുന്നേൽ എന്നയാള് ഈ കർത്തവ്യം ഏറ്റെടുക്കുന്നത്. എല്ലാവരും ചോദിക്കും, എല്ലാവരും പറയും സാജു വർഗീസ് ആലഞ്ചേരി പിതാവിന്റെ ആളാണ്, ചങ്ങനാശ്ശേരിക്കാരനാണെന്ന് പറഞ്ഞ ആളുകളുണ്ട് അവിടെ. സാജു വർഗീസ് ആലഞ്ചേരി പിതാവ് ഇതിനു വേണ്ടി പ്രത്യേകം കൊണ്ടുവന്നതാണ്. അദ്ദേഹം ചങ്ങനാശ്ശേരിക്കാരനാണോ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ നിരന്തരം പറയേണ്ടത് ആ സാജു വർഗീസിന്റെ പ്രത്യേകതയാണെന്നുള്ളത്. സാജു വർഗീസിനോട് ഈ ഭൂമി അദ്ദേഹത്തിന് എഴുതിയിരിക്കുന്ന റെസല്യൂഷൻ എഴുതിയിരിക്കുന്നത് നെഗോഷിയേറ്റ് ആൻഡ് ഫിക്സ് ദ പ്രൈസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നെഗോഷിയേറ്റ് ആൻഡ് ഫിക്സ് ദ പ്രൈസ്. ആ പേജും ആ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട്, നിങ്ങൾക്ക് വായിക്കാം. ഞാൻ പറഞ്ഞ വാക്കുള്ള പേജും ആ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട്. അതിലെവിടെയും ഈ ഭൂമിക്ക് 9,05,000 രൂപയ്ക്ക് വിൽക്കണമെന്നത് എവിടെയും പറയുന്നില്ല. അതിലെവിടെയും ഈ ഭൂമി 36-46 ലക്ഷമായി വിൽക്കുന്നത് എവിടെയും പറയുന്നില്ല. അപ്പോൾ പിന്നെ 22/12/2017 ഇടയന്ത്രത്ത് പിതാവിലേക്ക് സർക്കുലറിൽ പറയുന്നുണ്ട്. സർക്കുലർ 5-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നു, ഈ ഭൂമി 36 കഷ്ണമായിട്ട് വിൽക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു എന്ന്. കള്ളമല്ലേ പറഞ്ഞത്? പൗലോസ് ധർമ്മമാണോ പിതാവ് പറഞ്ഞത്? പച്ചക്കള്ളമാണ് പറഞ്ഞത്. ആ കാര്യം ഇങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞാൽ ഒരിക്കലും ഒരു ദൈവവും കോപിക്കില്ല, ഒരു ദൈവവും ശിക്ഷിക്കില്ല. കള്ളമാണ് പറഞ്ഞത്. ആ സർക്കുലറാണ്
അദ്ദേഹം ഇറക്കിയ സർക്കുലറാണ് ഈ ഭൂമി, ഈ സിറോ മലബാർ സഭയെ മൊത്തം, എന്തിന് ഇന്ത്യയെ മൊത്തം, ഈ ലോകത്തെ മൊത്തം മലയാളികളെയും മനസ്സിൽ പിടിച്ചു കുലുക്കിയ, വേദനിപ്പിച്ച സംഭവവികാസങ്ങൾക്ക് തുടക്കമെന്ന് ആർത്തിരക്കുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന്. ആലഞ്ചേരി പിതാവിനെ ജീവനില്ലാതാക്കാൻ, അതല്ലെങ്കിൽ ആലഞ്ചേരി പിതാവ് ആ പദവിയിൽ നിന്ന് സ്വയം വിട്ടഴിഞ്ഞു പോകാനുള്ള ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ. ആ ഗൂഢാലോചനയിലേക്കാണ് ഞാൻ വിരൽ ചൂടുന്നത്. സാജുവിനെ പിടിക്കാൻ ഏൽപ്പിച്ചു. സാജു വസ്തുക്കൾ വിറ്റു. നിങ്ങൾക്കറിയാം, ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ ഏത് രീതിയിലായിരിക്കും ഭൂമി കച്ചവടം നടത്തുവാണെന്ന്. ഇവിടെയും ഉണ്ടാവും റിയൽ എസ്റ്റേറ്റ് നടത്തുന്ന ആളുകൾ. അവർ വസ്തു വാങ്ങിയാൽ അവർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവർ കച്ചവടം നടത്തുന്നത്, അല്ല വസ്തു ഉടമസ്ഥനെ നന്നാക്കാൻ വേണ്ടിയൊന്നുമല്ല. അപ്പോൾ സാജു ഭൂമി പ്ലോട്ട് തിരിച്ചു, വഴിയുണ്ടാക്കി, രേഖകളുണ്ടാക്കി. പലതിനും സഭയുടെ കയ്യിലുള്ള, അത് ഈ രൂപതയിൽ എനിക്കറിയില്ല, പല ഭൂമിക്കും രേഖകളൊന്നുമില്ല. ഇങ്ങനെ പരസ്യങ്ങളൊക്കെ പറയാൻ പറ്റില്ലെങ്കിലും ഞാൻ പറയുകയാണ്, രേഖകളൊന്നും തന്നെ ഇല്ല. ആധാരം മുതല് പട്ടയം മുതല് എല്ലാം മേടിക്കലുണ്ടാക്കണം. അവൻ അത് കഷ്ടപ്പെട്ടുണ്ടാക്കി എന്ന് പറഞ്ഞ് ഞാനത് നീതീകരിക്കുന്നില്ല കേട്ടോ. ഭൂമി വിറ്റു. എല്ലാവരുടെയും അടുത്ത ചോദ്യം ഇതാണ്, ആലഞ്ചേരി പിതാവല്ലേ ഒപ്പിട്ടത്? തീർച്ചയായിട്ടും ആലഞ്ചേരി പിതാവ് തന്നെയാണ് ഈ 36 ആധാരങ്ങളിലും ഒപ്പിട്ടത്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മേലധ്യക്ഷൻ, അരമേലയുടെ അതിരൂപതയുടെ വസ്തുവിന്റെ അധികാരി ആലഞ്ചേരി പിതാവ് തന്നെയാണ്. ആലഞ്ചേരി പിതാവിന് തന്നെയാണ് വിൽക്കാനും വാങ്ങാനുമുള്ള അധികാരമുള്ളത്. കാനോൻ നിയമം അനുസരിച്ച് അതിന് ആലോചനാ സമിതിയുടെയും ഫിനാൻസ് കൗൺസിലിന്റെയും കൂരിയയുടെയും അംഗീകാരം മേടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ആ നടപടിക്രമങ്ങൾ എല്ലാം പൂർത്തീകരിച്ചിട്ടാണ് ഈ വസ്തു ആധാരത്തിൽ ഒപ്പിട്ടത്. ഈ ഭൂമി ആധാരങ്ങൾ ഒപ്പിടുമ്പോൾ നിങ്ങൾക്കറിയാം, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മാത്രം മേലധ്യക്ഷനല്ല പിതാവ്, സീറോ മലബാർ സഭയുടെ മൊത്തം മേലധ്യക്ഷനാണ്. 32 രൂപതകളുടെ ഉദ്ദേശം 55 ലക്ഷത്തിലധികം സഭാവിശ്വാസികളുടെ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന് കുറച്ച് ഭൂമി കച്ചവടവും അതിന്റെ പൈസയും മാത്രം നോക്കി അങ്ങനെ ഇരുന്നാൽ മതിയെന്ന് നമ്മൾ വെറുതെ വിശ്വാസികൾ വെറുതെ അങ്ങനെ വിശ്വസിച്ചു പോകരുത്. അദ്ദേഹത്തെ സഹായിക്കാനാണ് ഇടത്തും വലത്തും 2 സഹായകർത്താന്മാർ. അദ്ദേഹത്തെ സഹായിക്കാനാണ് പ്രൊക്കുലേറ്റർ, അദ്ദേഹത്തെ സഹായിക്കാനാണ് അവിടെ മോൺസിഞ്ഞോർ, അദ്ദേഹത്തെ സഹായിക്കാനാണ് അവിടെ ചാൻസലർ. ഒരു പട തന്നെ ഉണ്ട് അരമനയിൽ. ഇവരെല്ലാം ഉറങ്ങുകയായിരുന്നു. ആലഞ്ചേരി പിതാവിനെതിരെ വാഴെടുക്കുന്നത് നിങ്ങൾ ചോദിക്കണം, ഇവരെല്ലാം ഉറങ്ങുകയായിരുന്നു. ആലഞ്ചേരി പിതാവ് ഒപ്പിടുന്ന ആധാരങ്ങൾ സബ് രജിസ്റ്റർ ഓഫീസിൽ ഹാജരാക്കുന്നത് പ്രൊക്കുലേറ്ററാണ്. സബ് രജിസ്റ്റർ ഓഫീസിലെ ഫയലിംഗ് ഷീറ്റിലും സൈൻ ചെയ്ത പ്രൊക്കുലേറ്ററാണ്. സബ് രജിസ്റ്റർ ഓഫീസിൽ രജിസ്ട്രാർ ചോദിക്കും, ആധാരപ്രകാരം പണം കിട്ടിയോ? പണം കിട്ടി എന്ന് പറഞ്ഞ് അവിടെ ഒപ്പിടുന്നത് ആലഞ്ചേരി പിതാവല്ല, അതിൽ ഒപ്പിട്ടിരിക്കുന്നത് പ്രൊക്കുലേറ്ററാണ്. പിന്നെ കേവലം എല്ലാവർക്കും ആലഞ്ചേരി പിതാവാണ് തെറ്റുകാരെന്ന് പറയാൻ പറ്റുന്നത്? നിങ്ങളുടെ വീട്ടിൽ പോയി യൂട്യൂബ് എടുത്ത് നോക്കുക. യൂട്യൂബിൽ ഓരോ പ്രാവശ്യവും വിമത വൈദികർ പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞു 100-200 കോടി നഷ്ടപ്പെടുത്തി 36 വിറ്റു, ആലഞ്ചേരി പിതാവ് കടം വരുത്തി. അവരെവിടെയെങ്കിലും പ്രൊക്കുലേറ്റർക്കോ മോൺസിഞ്ഞൂറിനോ വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് എറണാകുളത്ത് ഏതെങ്കിലും വൈദികർ പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അപ്പോഴാണ് അവന്റെ ചതിയുടെ പിന്നിലെ വലിയ കൂടാതെന്ന് നമുക്ക് മനസ്സിലാവുക. ആദ്യത്തെ 17 ആധാരങ്ങളിൽ ആ മാന്യനായ ഇടനിലക്കാരൻ കൃത്യമായി പണം കൊടുത്തു. ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 1.5 വർഷം ഇദ്ദേഹം അരമനയിൽ കയറിയിറങ്ങുന്നു. അരമനയിലെ ഒരു അംഗത്തെ പോലെ സുപരിചിതനായി അദ്ദേഹം. അത് ആലഞ്ചേരി പിതാവ് മാത്രമല്ല അദ്ദേഹത്തോട് സംസാരിക്കുന്നത്. നമ്മൾ അങ്ങനെ വെറുതെ വിശ്വസിക്കരുത്.
പിതാവ് എത്ര ദിവസം അവിടെ ഉണ്ടാവുമെന്ന് പിതാവിന്റെ യാത്ര നിങ്ങൾക്കറിയാമല്ലോ. ഓരോ പിതാക്കന്മാരുടെയും കൃത്യമായ യാത്രകൾ നേരത്തെ പ്രിന്റ് ചെയ്ത് വരുന്നത് നമുക്കറിയാം. പിതാവ് കഴിഞ്ഞ 1.5 വർഷം എത്ര നാള് എറണാകുളത്തുണ്ടായിരുന്നു നിങ്ങൾ നോക്കണം. ഈ ആധാരങ്ങളെല്ലാം എല്ലാവരുടെ കയ്യിലും വിട്ട് ചാനലിലൂടെ വന്നു കണ്ടു. ഈ 36 ആധാരങ്ങൾ നടക്കുമ്പോൾ എത്ര ദിവസം പിതാവ് അവിടെ ഉണ്ടായിരുന്നു നിങ്ങൾ നോക്കണം. പിതാവ് അവിടെ പല സമയത്തും ഉണ്ടായിട്ടില്ല. പിതാവ് ഉള്ള സമയം നോക്കി ആധാരം തയ്യാറാക്കി 8ഉം 10ഉം ആധാരങ്ങൾ ഒന്നിച്ച് പിതാവിന്റെ അടുത്ത് ഒപ്പിട്ട് കൊണ്ടുപോകും. പിതാവിനോട് പറയും, പിതാവേ പൈസ തരുമ്പോൾ രജിസ്റ്റർ ചെയ്തോളാം. പിതാവ് റോഡിന് പോകുകയല്ലേ, ഡൽഹിക്ക് പോകുകയല്ലേ, ബോംബെക്ക് പോകുകയല്ലേ. പിതാവ് ഒരു കച്ചവടക്കാരനല്ല. പിതാവ് ഒപ്പിട്ട് കൊടുത്തു, ഒരു തെറ്റുമില്ല. ഇടനിലക്കാരൻ കൊണ്ടുവരുന്ന ആധാരങ്ങൾ പിതാവിന്റെ മുന്നിലേക്ക് വരുമ്പോൾ അത് പിടിച്ചുകൊണ്ടുവരുന്ന പ്രൊക്യുറേറ്റർ അച്ഛനാണ്. ഇതിന് കൊണ്ടുവരുന്ന മോൺസിനർ അച്ഛനാണ്. പിതാവാണ് കണക്ക് നോക്കേണ്ടത്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അക്കൗണ്ടിൽ പൈസ വന്നതെന്ന് നോക്കേണ്ടത് ആലഞ്ചേരി പിതാവാണ്. എന്താ നമ്മൾ ആരോട് ചോദിക്കാത്തത്? പിതാവ് സൈൻ ചെയ്തു എന്നുള്ളത് ശരിയാണ്. അത് പൈസ വന്നിട്ടുണ്ടോ ഉത്തരവാദിത്വം നോക്കേണ്ടത് പ്രൊക്യുറേറ്ററും മോൺസിനർ അച്ഛനും, അതല്ലെങ്കിൽ ചാൻസലർ, അതല്ലെങ്കിൽ സഹായകന്മാരുണ്ടല്ലോ, അവരല്ലേ നോക്കേണ്ടത്. പിന്നെ എന്തുകൊണ്ട് എല്ലാവരും കർദിനാൾ കുറ്റക്കാരനാണെന്ന് പറയുന്നു? 17 ആധാരങ്ങൾ കഴിഞ്ഞു. 2000 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 2016 നവംബർ 8-ാം തീയതിയാണ് നോട്ട് നിരോധനം വരുന്നത്. നോട്ട് നിരോധനം എന്ന സാഹചര്യത്തെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ. ഈ നോട്ട് നിരോധനം എന്ന സാഹചര്യം മുതലാക്കിക്കൊണ്ട് ഇടനിലക്കാരൻ പറഞ്ഞു, പിതാവേ ഇനി ആളുകൾ പണം പുറത്തിറക്കാൻ ബുദ്ധിമുട്ടും, സമയമെടുക്കും. നമ്മൾക്ക് എത്രയും പെട്ടെന്ന് സ്ഥലം വിറ്റ് പണമിടപാടുകൾ തീർക്കണം. ചില കരാറുകൾ അതിൽ നിന്നും പിൻവാങ്ങിയാണെന്നാണ് പറയുന്നത്. എന്ത് ചെയ്യണം? പിതാവ് പറഞ്ഞു, സഹായമെത്രാന്മാരോട് ആലോചിച്ചിട്ട് ചെയ്യൂ. ആലോചിച്ചിട്ട് തന്നെയാണ് കരാറുകൾ എഴുതിയത്. അങ്ങനെ മുന്നോട്ട് പോകട്ടെ. ഇനി നടക്കാനുള്ളത് വില കുറഞ്ഞാലും കുഴപ്പമില്ല. കാരണം സാജു വർഗീസ് കുന്നേലിനോട് 9,50,000 വിൽക്കാനൊന്നും പറഞ്ഞിട്ടില്ല. നെഗോഷിയേറ്റ് ഫിക്സ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അവൻ വിറ്റു. അവൻ പറഞ്ഞു, ഭാരത് മാതയുടെ മുമ്പിലുള്ള സ്ഥലത്ത് നമുക്ക് കൂടുതൽ വില കിട്ടും, നമ്മൾ വിചാരിക്കുന്ന ടാർഗറ്റിലേക്ക് എത്താൻ പറ്റും. ഇപ്പോൾ കിട്ടുന്ന പൈസക്ക് നമ്മൾക്ക് വിറ്റ് ബാക്കിയുള്ളവർക്ക് സമയം കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ഈ കാര്യം എല്ലാ മെത്രാന്മാരോടും ആലോചിച്ചിട്ട് തന്നെ ചെയ്തത്. ഇങ്ങനെ ഒരു പ്രതിസന്ധി അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തിനെ കൊണ്ട് മനസ്സിലാവും? പ്രൊക്യുറേറ്റർക്ക് സഹായമെത്രാൻ അയച്ച മെയിലുകൾ ഇഷ്ടംമാതിരിയുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു മെയിലെ പുറത്തു വന്നിട്ടുള്ളൂ. സാജു വർഗീസ് അരമനയുടെ ഔദ്യോഗിക മെയിലിലേക്ക് അയച്ച മെയിലുകൾ സാജു വർഗീസിന്റെ കയ്യിലുണ്ട്. അവൻ പത്രക്കാരുടെ അടുത്ത് വന്നാൽ ഇവിടെ പല വിഗ്രഹങ്ങൾ പൊളിയും. എല്ലാത്തിനും രേഖകളുണ്ട്. ഈ രേഖകൾ ആലഞ്ചേരി പിതാവ് എന്തുകൊണ്ട് പുറത്തുവിടില്ലാന്ന് ചോദിക്കും. മരണകിടന്ന് തുപ്പാൻ പിതാവ് ആഗ്രഹിക്കുന്നില്ലാത്തതുകൊണ്ട് എന്ന് സാധാരണക്കാരുടെ ഭാഷയിൽ ഞാൻ പറയും. അങ്ങനെ ആധാരങ്ങൾ കഴിയുന്നു. ഭാരത് മാതാ കോളേജിന് മുമ്പിലുള്ള 60 സെന്റ് സ്ഥലം മേടിക്കുന്ന സാജു വർഗീസ് തന്നെയാണ്. 3,99,00,000 രൂപയാണ് ആധാരത്തിൽ കാണിച്ചു വരാം. ഇവന്റെ ആധാരം നടത്തുമ്പോൾ ഇവൻ അക്കൗണ്ടിലേക്ക് വെറും 15 ലക്ഷം രൂപ ഇട്ടിട്ടുള്ളായിരുന്നു. അതുവരെ നടത്തിയ ആധാരങ്ങൾക്ക് ഇവൻ അരമനയുടെ അക്കൗണ്ടിലേക്ക് ഒരു വർഷം കൊണ്ടിട്ടത് 9,16,66,000 രൂപയാണ്. ആധാരത്തിൽ കാണിച്ച വില 13,51,44,000 രൂപയാണ്. എല്ലാവരും ചോദിക്കും, എന്തുകൊണ്ട് പൈസ കിട്ടാണ്ട് ആരെങ്കിലും ആധാരം ചെയ്യുമോ? എല്ലാവരും ചോദിക്കും, എന്തുകൊണ്ട് പൈസ കിട്ടാണ്ട് ആധാരം ചെയ്യുമോ എന്ന്. അതാണ് അതിന്റെ സാഹചര്യം. ഈ പിതാവ് അതിന് അനുമതി കൊടുക്കുമ്പോൾ ഇടവും ഫലവും ഇടയന്ത്രത്തും ജോസ് പിതാവും ഉണ്ടായിരുന്നു, പ്രൊക്യുറേറ്റർ ഉണ്ടായിരുന്നു.
മോൺസിഞ്ചൂർ ഉണ്ടായിരുന്നു, പൊള്ളയിൽ എന്ന് പറയുന്ന ചാൻസലറും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാം പിതാവിനെ തെറ്റുപറ്റി, ജാഗ്രത കുറവ് പറ്റി. എന്തില് ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചില്ല. അരമനയിൽ റെക്കോർഡ് ചെയ്യുന്ന ഒരു സംവിധാനവും ഒരു ക്യാമറയും റെക്കോർഡിംഗ് സിസ്റ്റവും ഉണ്ടായിരുന്നെങ്കിൽ ഈ സത്യമൊക്കെ ഇതിനകം പുറത്തു വന്നേനെ. അതിനുവേണ്ടി പ്രത്യേകം മീറ്റിംഗുകൾ വിളിച്ചില്ല. പക്ഷേ ദൈവത്തിന്റെ ഇടപെടൽ എന്നുള്ളത് ഉണ്ടാകുമെന്ന് പറഞ്ഞതുപോലെ മെയിലുകളുണ്ട്, പുറത്തു വരും, കൃത്യമായി പുറത്തു വരും. സാജു വർഗീസ് അവന്റെ ആധാരത്തിൽ പൈസ ഇട്ടില്ല, അവന്റെ ആധാരം ചെയ്തു കൊടുത്തു. കാരണം അവൻ അതിനോടകം അരമനയിലെ എല്ലാവരെയും സ്നേഹം പിടിച്ചു വാങ്ങിയിരുന്നു. സാജു വർഗീസിനെ ആരെങ്കിലും ഒരു ദിവസം പരിചയപ്പെട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിന് പ്രത്യേക കഴിവുണ്ട്. ആലഞ്ചേരി പിതാവിന്റെ മനസ്സിൽ കളങ്കമില്ലാത്തതുകൊണ്ട് പിതാവ് കണ്ണടച്ച് വിശ്വസിച്ചു. ഇത് ജീവിതത്തിൽ പിതാവ് അങ്ങനെ ചെയ്യില്ല, ഒരാളെ വിശ്വസിക്കില്ല. ആ പണം കിട്ടാതെ വന്നപ്പോഴാണ് വൈദിക സമിതി നവംബറിൽ പ്രശ്നമുണ്ടാകുന്നത്. അവൻ കൊടുക്കേണ്ട പൈസയും അവന് ഗർഭം ചെയ്ത ഏതാനും ചില ആധാരങ്ങളുടെ പൈസയും അങ്കമാലി അതിരൂപതയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് ആധാരങ്ങളിൽ എഴുതി. ആധാരങ്ങൾ നടന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഓഫീസില് ചാർട്ടേഡ് അക്കൗണ്ടന്റ് പാസ്സായ ഒരു അക്കൗണ്ടന്റും അദ്ദേഹത്തെ സഹായിക്കാൻ കുറെ കണക്കപ്പിള്ളമാരുമുണ്ട്. ഈ കാര്യം രഹസ്യമാണെങ്കിൽ, ഈ കാര്യം ആലഞ്ചേരി പിതാവിന്റെയും പ്രത്യേകതയും മോശത്തിന്റെയും മാത്രം രഹസ്യമാണെങ്കിൽ അവർക്ക് നേതൃത്വ പിതാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാമായിരുന്നു. അവർക്ക് ശമ്പളം കൊടുക്കുന്ന ആലഞ്ചേരി പിതാവല്ല, പ്രൊക്രേറ്റർ അല്ല, മോൺസിഞ്ഞൂർ അല്ല. അവർക്ക് ശമ്പളം കൊടുക്കുന്ന എറണാകുളം അതിരൂപതയുടെ ഖജനാവിൽ നിന്നാണ്. അപ്പോൾ ഇത് ആർക്കും അറിയാത്ത കാര്യമല്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് കൗശലക്കാരനായ സഹായമെത്രാൻ, ഞാൻ എങ്ങനെ പറയൂ, കുശാഗ ബുദ്ധിയായ സഹായമെത്രാൻ മുണ്ടാറച്ചനുമായിട്ട് വൈദിക സമിതി സെക്രട്ടറി കുര്യാക്കോസ് മുണ്ടാറച്ചനുമായിട്ട് ഗൂഢാലോചന നടത്തുന്നത്. മുണ്ടാറച്ചന്റെ വിരോധം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മക്കളാകാൻ തയ്യാറായിട്ടിരുന്ന അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്നും അദ്ദേഹം അനുയോജ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിയ ആലഞ്ചേരി പിതാവാണ്. ആ സ്നേഹം അദ്ദേഹം കാണിക്കാതിരിക്കില്ലല്ലോ. ആ ഗൂഢാലോചനയുടെ ചിത്രമാണ് പിന്നീട് സർക്കുലറിലൂടെ വരുന്നത്. ഇതിന് മുന്നിൽ നിന്നത് മണവാളച്ചനാണ്. ഇപ്പോൾ കൊരട്ടിപ്പള്ളി നിങ്ങൾക്ക് എല്ലാവരും അറിയാം, തൃശ്ശൂർക്ക് യാത്ര തന്നെ ആ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാത്തത് വളരെ ചുരുക്കമാണ്. വളരെ ശക്തിയായ അപ്രത്യക്ഷമുള്ള പള്ളിയാണ്. കൊരട്ടിമുത്തിയുടെ ശിഷ്യയാണ് ഇപ്പോൾ അവിടെ മണവാളച്ചൻ അനുഭവിക്കുന്നത്. അടുത്ത പേരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണ്. ആദ്യം ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ എല്ലാവരും സന്തോഷിച്ചു. കൊടുത്തില്ലേ? ഉടൻ തന്നെ കൊടുത്തില്ലേ? മണവാളച്ചനാണ് ഏറ്റവും മുന്നിൽ നിന്ന് വൈദിക സമിതിയിൽ ആരോപണം ഉന്നയിച്ചു. ബെന്നിമാനമ്പലം അരമനയിൽ ഉണ്ടും ഉറങ്ങിയും ചോറുണ്ടും കഴിയുന്ന ബെന്നിമാനമ്പലം വിലച്ചനാണ് രണ്ടാമത് കൂടെ നിന്നത്. ഇവരാണ് വൈദിക സമിതിയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കി. പിതാവിനെ വളരെയധികം പുറത്തു പറയാൻ പറ്റില്ലാത്ത വിധം വളരെയധികം മോശം വാക്കുകളിൽ അധിക്ഷേപിച്ച്, ഞാനത് പറയാതെ നിങ്ങൾക്ക് മനസ്സിലാകും. ഇടയന്ത്രത്തെ പിതാവിന്റെ സംസാരം ഒരു ക്ലിപ്പിംഗ് ആയിട്ട് ഇറങ്ങിയായിരുന്നു. അതിൽ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ നിങ്ങൾക്കറിയാമല്ലോ. അതിലും മോശമായിട്ടായിരുന്നു ബാക്കിയുള്ളവർ ഉപയോഗിച്ചത്. പ്രശ്നം ചെയ്ത് ഒരു അന്വേഷണ കമ്മീഷൻ നിശ്ചയിക്കണമെന്ന് പറഞ്ഞു. പിതാവ് വിചാരിച്ചു അന്വേഷണ കമ്മീഷൻ വന്നോട്ടെ, ഞാനൊന്നും തെറ്റ് ചെയ്തിട്ടില്ല, സത്യം തെളിയിട്ടെ എന്ന് വിചാരിച്ചു. നിഷ്കളങ്കനായ പിതാവ് അവര് പറഞ്ഞ ആളുകളെ തന്നെ കമ്മീഷനായി നിയോഗിച്ചു. ഒന്നാമത് ചെയർമാനായി വന്ന ബെന്നിമാനാമ്പറമ്പിൽ ഈ പ്രശ്നം ഏറ്റവും കുത്തിപ്പൊക്കാൻ മുന്നിൽ നിന്ന അതേ അച്ഛനെ തന്നെ ചെയർമാനാക്കി ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചാൽ ആലഞ്ചേരി പിതാവ് നീതി കിട്ടുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ? ചരിത്രത്തിൽ കേൾക്കാത്തൊരു സംഭവമാണ്. കുറ്റം ആരോപിച്ച വാദിയെ തന്നെ കമ്മീഷനാക്കി വെക്കുക. അതാണ് ആലഞ്ചേരി പിതാവ് ചെയ്ത തെറ്റ്. അതാണ് പിതാവിന് ജാഗ്രത കുറവെന്ന് ഞാൻ പറയും. പിതാവ് വിചാരിച്ചു
ഒരു വൈദികൻ, പൗരോഹിത്യം പട്ടപ്പെട്ടൊരു വൈദികൻ തന്റെ പിതാവിനെതിരെ ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കില്ല എന്ന് വിശ്വസിച്ചു, പച്ചയായി വിശ്വസിച്ചു. അതിന്റെ ഉത്തരമാണ് സിനഡ് കൂടുന്നതിന് മുമ്പ് തട്ടിക്കൂട്ടിയ 100-200 പേരുള്ള ഒരു കമ്മീഷൻ റിപ്പോർട്ട്. ഇനി കമ്മീഷൻ റിപ്പോർട്ടിലേക്ക് കടക്കണം. നിങ്ങൾ സമയമെടുത്ത കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഒരു കോപ്പി സംഘടിപ്പിച്ച് വായിക്കണം. ഇവിടെ എറണാകുളത്ത് വരുന്നവരോട് ആരോടെങ്കിലും പറഞ്ഞാൽ മതി, ഞങ്ങൾ കോപ്പി കൊടുക്കണം. നിങ്ങൾ സമയമെടുത്ത് അത് വായിക്കണം. ആ റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗങ്ങൾ, അവർക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രമാണ് അവർ കോപ്പി എടുത്തതിനകത്ത് ചെയ്തിരിക്കുന്നത്. അവർ രൂപ കാൽക്കുലേറ്റ് ചെയ്തു. രൂപ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ബ്രാക്കറ്റിൽ ഡോളർ കണക്കുന്നു. കേരളത്തില് ഭരണപക്ഷ മലയാളമായ കേരളത്തില് വൈദികരുടെ മുമ്പ് സമർപ്പിക്കാനുള്ള റിപ്പോർട്ടിൽ ഡോളർ കണക്കിനാണ് എമൗണ്ട് എഴുതിയത്. അവരുടെ ഇന്റൻഷൻ മനസ്സിലായില്ലേ? ഈ റിപ്പോർട്ടാണ്. അതിൽ പ്രൊക്യുറേറ്റർ കൃത്യമായി അവർ കത്തെഴുതി, നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ എനിക്ക് സമയം വേണം. ഈ രേഖകൾ ഈ അരമനയിലെ ഓഫീസിലാണ്. എന്നെ സ്ഥാനത്ത് നിന്നും നീക്കി നിർത്തിയ കാരണം ഈ രേഖകൾ എനിക്ക് ലഭിക്കുന്നില്ല. ഈ രേഖകൾ കണ്ട് ആ രേഖകളോടൊപ്പം വേണം എനിക്ക് മറുപടി പറയാൻ എന്ന് സമയം എഴുതി ചോദിച്ചിട്ട് അനുവദിക്കാതെ, അച്ഛൻ അതൊന്നും കുഴപ്പമില്ല, അച്ഛൻ ചോദ്യാവലി പൂരിപ്പിച്ച് തന്നാ മതി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഇവർ ചോദ്യാവലി ഉണ്ടാക്കി കൊടുത്തു. എല്ലാവരും എഴുതി കൊടുത്തു. ആലഞ്ചേരി പിതാവും എഴുതി കൊടുത്തു. പീഡാനുഭവത്തിന്റെ കുരിശിന്റെ വഴി നമ്മൾ പോകുമ്പോൾ നമ്മൾക്കറിയാം 13-ാം സ്ഥലം. അതേപോലെ ആ കമ്മീഷൻ റിപ്പോർട്ടില് ഇടയന്ത്രത്തെ പിതാവിനോടും ജോസ് പിതാവിനോടും ഒരു 13-ാമത്തെ ചോദ്യം ചോദിക്കുന്നുണ്ട്. പിതാവെ, ദേവികളും കോട്ടപ്പള്ളി ഭൂമി ഇടപാടുകളെ കുറിച്ച് പിതാവിന് അറിയാമായിരുന്നോ? മറുപടിയിൽ അതിന്റെ ഉത്തരമുണ്ട്, ഇല്ല, അറിയില്ലായിരുന്നു. ഇടയന്ത്രത്തെ പിതാവ് പറഞ്ഞു, ഇവിടെ 10-20 അച്ഛന്മാര് വന്നപ്പോഴാണ് ഞാൻ ഈ കാര്യം അറിയുന്നത്. ജോസ് പിതാവ് പറഞ്ഞു, കൂലികയിലും ആലോചനാ സമിതിയിലും ഗ്രാസ്റൂട്ടിലും ഒന്നും ആലോചിച്ചില്ല, പിന്നീടാണ് ഞാൻ അറിയുന്നത് എന്ന്. പച്ചക്കള്ളമാണ് പറഞ്ഞത്, പച്ചക്കള്ളമാണ് പറഞ്ഞത്. ഇതിലെല്ലാം രേഖകളുണ്ട്. സഹപ്രൊക്യുറേറ്റർ വർഗീസ് പാലാട്ടിയത്ത് അച്ഛനുകൊണ്ട് ചോദ്യാവലി. അച്ഛൻ പറഞ്ഞു, ഞാൻ പ്രൊക്യുറേറ്ററെ സഹായിക്കാൻ ചില ഫോട്ടോ കോപ്പി മാത്രമേ എടുത്തു കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ വായിക്കണം ആ റിപ്പോർട്ട്, അത് മാത്രമേ എടുത്തു കൊടുത്തിട്ടുള്ളൂ. സാജുവിനെ ഇവിടെ വരുമ്പോ കണ്ടിട്ടുണ്ട്, ഇടയ്ക്ക് ഭക്ഷണം അരമനയിൽ നിന്നും മറ്റുള്ളവർ വരുന്ന പോലെ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. ഈ കവിത എനിക്കൊന്നും അറിയില്ല. വേദികളും ഭൂമിയിലെ അദാലത്തിൽ സാക്ഷിയായി ഒപ്പിട്ടിരിക്കുന്ന ഈ വർഗീസ് പാലാട്ടിയച്ഛനാണ്. ഇവർക്ക് എങ്ങനെ ഇങ്ങനെ കള്ളം പറയാൻ പറ്റും? എങ്ങനെ നമ്മൾ ഇവരുടെ മുമ്പിൽ സംസാരിക്കും? ഈ സഹായമക്കാരന്മാർ ഇങ്ങനെ കൈവെപ്പ് നടത്തി നമ്മളെ ആശീർവദിച്ചാൽ ദൈവം ഇറങ്ങി വന്ന് നമ്മളെ അനുഗ്രഹിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കണം. ദൈവം ഇറങ്ങി വന്ന് പരിശുദ്ധാത്മാവിനെ അയച്ച് നമ്മളെ അനുഗ്രഹിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കണം. എത്ര മനോഹരമായിട്ടാണ് ഈ അച്ഛൻ പ്രാർത്ഥിച്ചത്. ഈ അച്ഛന്റെ പ്രാർത്ഥന കേൾക്കും. ഞാൻ തന്നെ ഇവിടെ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ അച്ഛന്റെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രാർത്ഥന എപ്പോഴും ആത്മാവിൽ നിന്നുള്ളതായിരിക്കും, ഹൃദയത്തിൽ നിന്നുള്ളതായിരിക്കും. സാജു വർഗീസ്